ഇവിടം തൊട്ടാണ് തുടക്കം. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എടാ അറിയാതെ ചെയ്തു പോയതാണോ നീ? പാവം പിടിച്ച അറിയാതെ ചെയ്തു പോയതാണോ? ആരുമില്ലല്ലോ. ഫുഡ് പോലും കിട്ടില്ല. ഇവിടുന്ന് പോയ ഫുഡ് പോലും കിട്ടത്തില്ല എന്നുള്ള വിഷമം അവനിപ്പം. ആദ്യത്തെ കുറച്ചു നേരം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ശരിക്കും ഉള്ളത് നടക്കുന്നത്. അവനെ കൊണ്ടാണെങ്കിൽ ചിരി പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല. അടുത്തവന്റെ അവൻ പിടിച്ചു നീക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. അത്ര നേരം അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരുന്നവനാ. മൂലയ്ക്ക് പോയി ഇരുന്നിട്ട് ക്യാമറ കാണത്തില്ലെന്ന് വെച്ച് അവിടെ നിന്ന് ചിരിച്ചവൻ. രണ്ടുപേരും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നു, മറ്റേമാര് അവിടെ നിന്ന് ചിരിക്കുന്നു. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസൽ ആക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളതിനെ നാട്ടിലേക്ക് വിടണം കേട്ടോ.